ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു ബഷീർ ദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് ബഷീർ ദിന ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിനകറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നാണ്? ഉത്തരം 2009 ജനുവരി 1 രണ്ടാമത്തെ ചോദ്യം, ബഷീറിൻ്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ ഏതാണ്? പ്രേമലേഖനം എന്ന നോവലാണ് ബഷീറിൻ്റെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവൽ. മൂന്നാമത്തെ ചോദ്യം, നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ്? ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നാരായണി. നാലാമത്തെ ചോദ്യം, തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? പാത്തുമ്മയുടെ ആടാണ് ബഷീർ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ എഴുതിയ നോവൽ. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു. ഏതായിരുന്നു ആ കഥ? ബഷീറിൻ്റെ ആദ്യത്തെ തങ്കം എന്ന് പറയുന്ന കഥയാണ് ജയകേസരി എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? പ്രൊഫസർ MK സാനുവാണ് അങ്ങനെയൊരു ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത്. അടുത്ത ചോദ്യം, കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? പ്രൊഫസർ MN വിജയനാണ് കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ കൃതി ഏതാണ്? ബഷീറിൻ്റെ നേരും നുണയും എന്നുള്ള കൃതിയാണ് ചോദ്യോത്തര രൂപത്തിൽ രചിച്ചത്. അടുത്ത ചോദ്യം, ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏതാണ്? 1930 കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹമാണ് ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാനുള്ള കാരണമായത്. അടുത്ത ചോദ്യം, MN കാരശ്ശേരി എഴുതിയ ബഷീർ പാട്ടുകാവ്യത്തിൻ്റെ പേരെന്താണ്? ബഷീർ മാല എന്നാണ് ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യം. ഇതെഴുതിയത് MN കാരശ്ശേരിയാണ്. ഇത് മറക്കാതിരിക്കുക. ബഷീർ മാല എഴുതിയത് MN കാരശ്ശേരി. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ഇന്റുപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ റൊണാൾഡ് E. ആഷറാണ് ഈ പറയുന്ന നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. അടുത്ത ചോദ്യം, ഏത് സ്വാതന്ത്ര്യസമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഉത്തരം ഭഗത് സിംഗ്. അടുത്ത ചോദ്യം, ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? സോജ രാജകുമാരി എന്ന് പറയുന്ന ഗാനമാണ് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ എഴുതിയ ഗ്രന്ഥം ഏതാണ്? MP പോൾ എന്ന ഗ്രന്ഥമാണ് ബഷീർ തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് എഴുതിയ ഗ്രന്ഥം. മൂന്നാമത്തെ ചോദ്യം, പ്രേമലേഖനത്തിലെ കേശവൻ നായരും സാറാമ്മയും തങ്ങൾക്കുണ്ടായ കുഞ്ഞിന് പേരിടാൻ നിശ്ചയിക്കുന്നു. പല പേരുകൾ എഴുതി നറുക്കിട്ടു. നറുക്കിൽ അവർക്ക് കിട്ടിയ പേരുകൾ ചേർത്ത് അവർ കുഞ്ഞിന് ഒരു സ്റ്റൈലൻ പേരിട്ടു. കേശവൻ നായർക്ക് കിട്ടിയ നറുക്കിൽ എഴുതിയ പേരെന്തായിരുന്നു? കേശവൻ നായർക്ക് കിട്ടിയ നറുക്കിൽ ഉണ്ടായിരുന്ന പേര് മിഠായി എന്നാണ്. അതിനുശേഷം കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് ആകാശമിഠായി എന്ന് പേരിട്ടത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നാലാമത്തെ ചോദ്യം ഇതാണ്, MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഏകാന്ത വീതിയിലെ അവധൂതൻ എന്നാണ് MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത്. അഞ്ചാമത്തെ ചോദ്യം, ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആരാണ്? മറുത്തൊന്നും ചിന്തിക്കാതെ തന്നെ നമുക്കിതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. അടുത്ത ചോദ്യം ഇതാണ്, വെളിച്ചത്തിനെന്ത് വെളിച്ചം? ബഷീറിൻ്റെ വിഖ്യാതമായ ഒരു പ്രയോഗമാണിത്. ബഷീറിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു വാക്യം. ഏത് കൃതിയിലെ വാചകമാണിത്? ആരാണ് ഇത് പറയുന്നത്?
എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ നായകനായ നിസാർ അഹമ്മദിൻ്റെ ബാപ്പയും കോളേജ് പ്രൊഫസറുമായ സൈനുദ്ദീനാണ് ഈ വാചകം പറയുന്നത്. ആരും വാചകം മറക്കരുത്. വെളിച്ചത്തിനെന്ത് വെളിച്ചം, ആ വാചകം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന നോവലിലാണ്. അടുത്ത ചോദ്യം, MP പോളിൻ്റെ ട്യൂട്ടോറിയൽ കോളേജിൽ വാർഡനായി ജോലി ചെയ്തിരുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് ആ സാഹിത്യകാരൻ. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ സൂഫിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? ബഷീറിൻ്റെ അനർഘ നിമിഷം എന്ന് പറയുന്ന ചെറുകഥയാണ് ബഷീറിൻ്റെ സൂഫിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ എന്ന വ്യക്തിയാണ് ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അടുത്ത ചോദ്യം, ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് P. കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിൻ്റെ ഏത് നോവലിനെക്കുറിച്ചാണ്? ബഷീറിൻ്റെ ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവലിനെ പറ്റിയാണ് P. കേശവദേവ് ഇതിലാണ് ബഷീറിൻ്റെ കലാപാടവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലാണുള്ളത്? ബഷീറിൻ്റെ ആനവാരിയും പൊൻകുരിശും എന്ന് പറയുന്ന കൃതിയിലാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്ന കഥാപാത്രമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ബഷീർ എറണാകുളത്തു സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരെന്താണ്? ബഷീർ എറണാകുളം ജില്ലയിൽ സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേരാണ് സർക്കിൾ ബുക്ക് സ്റ്റാൾ. അടുത്ത ചോദ്യം, ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? M.A. റഹ്മാനാണ് ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം, ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? ബഷീറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത് M.N. വിജയനാണ്. അതായത് M.N. വിജയനാണ് ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏതാണ്? നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ബഷീറിന് ലഭിച്ച ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് പത്മശ്രീ പുരസ്കാരം. അത് ബഷീറിന് ലഭിച്ചത് 1982-ലാണ്. അടുത്ത ചോദ്യം, ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് ഭാർഗവി നിലയം എന്ന സിനിമ എടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ധർമ്മബോധത്തിൻ്റെ ആശാനായിരുന്നു ബഷീർ. കൈനോട്ടമൊക്കെ അയാളുടെ വിദ്യകളായിരുന്നു. ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു, ഇത് ഏത് രേഖയാ? ബഷീർ പറഞ്ഞു, കൈയുടെ നടുവിലുള്ള രേഖയാണോ? അത് കൈ മടക്കാനുള്ള രേഖയാണ്. ആരാണ് ബഷീറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്? പൊൻകുന്നം വർക്കിയാണ് ബഷീറിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരമാണ്. അതേതാണ്? ബഷീറിൻ്റെ മതിലുകൾ എന്ന കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരത്തിൽ അഭിനയിച്ചതിനാണ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ് മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത്. അടുത്ത ചോദ്യം, സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന കൃതിയാണ് സാഹിത്യലോകത്ത് വളരെയധികം വിമർശനങ്ങൾ ഉണ്ടാക്കിയത്. അടുത്ത ചോദ്യം, സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ്? ഇതേ ചോദ്യം നമ്മൾ 2 പ്രാവശ്യം വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ബാലസാഹിത്യകൃതി, അതായത് ബഷീറിൻ്റെ ബാലസാഹിത്യകൃതിയാണ് സർപ്പയജ്ഞം. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ബഷീറിൻ്റെ ഉജ്ജീവനം എന്ന പത്രത്തിലാണ് പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ എഴുതിയിരുന്നത്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ബഷീറിൻ്റെ പ്രേം പാറ്റ എന്ന് പറയുന്ന നോവലാണ് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കൃതിയാണ് അത്തരത്തിലൊരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോക്കറ്റ് അടിച്ച പേഴ്സ് തിരിച്ചു നൽകാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യൻ്റെ പേര് ദൈവം എന്നായിരിക്കുന്നു. ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരൻ്റെ കഥ പറയുന്ന കൃതി ഏതാണ്?
ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കൃതിയിലാണ് ഇത്തരത്തിലൊരു പോക്കറ്റ് അടിക്കാരനെ പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം, ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായികാനായകന്മാർ ആരൊക്കെയാണ്? നമ്മൾ നേരത്തെ ഈ ചോദ്യം 2 പ്രാവശ്യം ഡിസ്കസ് ചെയ്യുകയുണ്ടായി. കേശവൻ നായരും സാറാമ്മയുമാണ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായികാനായകന്മാർ. ഇവർ രണ്ടുപേരും ചേർന്ന് തങ്ങളുടെ കുട്ടിക്കിടുന്ന പേരാണ് ആകാശമിട്ടായി. ഇതെല്ലാവരും ഓർത്ത് വെക്കണം. ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഓർമ്മയുടെ അറകൾ എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. ന്റുപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? ഉത്തരം നിസാർ അഹമ്മദ്. അടുത്ത ചോദ്യം, ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീയാണ്. 1982 ബഷീറിന് പത്മശ്രീ ലഭിക്കുന്നത്. ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിലാണ്. ഈ മരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇതിൻ്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറയുന്നത്? ബഷീർ തൻ്റെ മാംഗോസ്റ്റീൻ മരത്തെപ്പറ്റിയാണ് ഇത്തരത്തിൽ പറയുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് ബഷീറിനെ സുൽത്താൻ എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏതാണ്? 1908 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്. അടുത്ത ചോദ്യം, കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലാണുള്ളത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ഏത് ബഷീറിൻ്റെ കൃതിയിലുള്ളതാണ്? ബഷീറിൻ്റെ ആനവാരിയും പൊൻകുരിശും എന്ന് പറയുന്ന കൃതിയിലാണ് ഈ 2 കഥാപാത്രങ്ങളുള്ളത്. ബഷീർ 1953 ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മണ്ടൻ മുത്താപ്പ എന്ന് പറയുന്ന കഥാപാത്രം മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ എന്ന് പറയുന്ന ബഷീറിൻ്റെ കൃതിയിലുള്ളതാണ്. ഇദ്ദേഹം ഈ കൃതി രചിച്ചത് 1951 ഈ ഒരു ചോദ്യം എല്ലാവരും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ആനവാരിയും പൊൻകുരിശും എന്ന നോവലിലെ കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും ഏത് തരം ജീവികളാണ്? ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കൊച്ചു നീലാണ്ടനും പാറുക്കുട്ടിയും ഏതു തരം ജീവികളാണ്? ഇവർ രണ്ടുപേരും ആനയാണ്. ഈ ചോദ്യത്തിൽ തന്നെ മറ്റൊരു ഉത്തരവും കൂടിയുണ്ട്. ആനവാരിയും പൊൻകുരിശും ഏത് തരത്തിലുള്ള കൃതിയാണ്? ആനവാരിയും പൊൻകുരിശും ഒരു നോവലാണ്. ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ജിനി ബാലിക ലുട്ടാപ്പി ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ടുള്ളത്? ബഷീറിൻ്റെ വളരെയധികം ഫേമസ് ആയ ന്റുപ്പാപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന കൃതിയിലെ പാട്ടാണിത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്. ഈ ഒരു ചോദ്യം നമ്മൾ വായനാദിന ക്വിസിലും ഡിസ്കസ് ചെയ്തതാണ്.
അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏതാണ്? അതായത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് മൂക്ക് കേന്ദ്ര കഥാപാത്രമായി വരുന്നത്? ബഷീറിൻ്റെ വിശ്വവിഖ്യാതനായ മൂക്ക് എന്ന് പറയുന്ന കൃതിയിലാണ് മൂക്ക് കേന്ദ്ര കഥാപാത്രമായി വരുന്നത്. അടുത്ത ചോദ്യം: തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ നോവൽ ഏതാണ്? മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിലൊന്നായ പാത്തുമ്മയുടെ ആടാണ് ബഷീർ തൻ്റെ കുടുംബ വീട്ടിൽ ഉണ്ടാവുമ്പോൾ രചിച്ച നോവൽ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? പത്മശ്രീ പുരസ്കാരമാണ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. അടുത്ത ചോദ്യം ഇതാണ്: ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ്? ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്. ഉജ്ജീവനം എന്നാണ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ബഷീറിൻ്റെ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? E.M. അഷറഫാണ് ബഷീറിൻ്റെ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജിയെ കാണാൻ വേണ്ടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവലിൻ്റെ പേര്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെയധികം പ്രസിദ്ധമായ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലിലാണ് മജീദും സുഹറയും എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണുള്ളത്? നേരത്തെ പറഞ്ഞ ബാല്യകാല സഖി എന്ന് പറയുന്ന നോവലിൽ തന്നെയാണ് ഒന്നും ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറയുന്ന പ്രയോഗം ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം: ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആരാണ്? ബാലാമണി അമ്മയാണ് ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം: ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? ആകാശമിട്ടായി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ് ആകാശമിട്ടായി. അതായത് ആകാശമിട്ടായി എന്ന കഥാപാത്രമുള്ള നോവലിൻ്റെ പേരാണ് പ്രേമലേഖനം. അടുത്ത ചോദ്യം: ഒരിടത്തൊരു സുൽത്താൻ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന ഈ ബാല്യസാഹിത്യകൃതി രചിച്ചത് ആരാണ്? ഒരിടത്തൊരു സുൽത്താൻ എന്ന് പറയുന്ന കുട്ടികൾക്കായി വൈക്കം മുഹമ്മദ് ബഷീറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കൃതി രചിച്ചത് കിളിരൂർ രാധാകൃഷ്ണനാണ്. അടുത്ത ചോദ്യം ഇതാണ്: ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്താണ്? കടുവക്കുഴി ഗ്രാമം എന്നാണ് ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ബഷീറിൻ്റെ ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? എൻ്റെ ഉപ്പാപ്പാക്കൊരാന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കൃതിയിലുള്ളതാണ് വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന് പറയുന്ന പ്രയോഗം. അടുത്ത ചോദ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്ന സെയിം ചോദ്യമാണ്. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉത്തരം പറയുക. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ എഴുതിയ കൃതി ഏതാണ്? നേരും നുണയും എന്ന് പറയുന്ന കൃതിയാണ് ബഷീർ ചോദ്യോത്തര രൂപത്തിൽ എഴുതിയ കൃതി. അടുത്ത ചോദ്യം: 1987 കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകിയപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം ഒരു ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചു. ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ചെവി ഓർക്കുക അന്തിമ കാഹളം എന്നാണ് ബഷീറിൻ്റെ ആ പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം: ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ മരത്തിൻ്റെ പേരെന്താണ്? അതായത് ഏതാണ് ആ മരം?
മാംഗോസ്റ്റീൻ എന്നാണ് ആ മരത്തിൻ്റെ പേര്. അതായത് മാംഗോസ്റ്റീൻ എന്ന് പറയുന്ന മരമാണ് ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തിയത് എന്ന് അറിയപ്പെടുന്ന മരം. അടുത്ത ചോദ്യം ഇതാണ്: കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യത്തെ മലയാളി. അടുത്ത ചോദ്യം ഇതാണ്: ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഭാർഗവീ നിലയം എന്ന് പറയുന്ന സിനിമയാണ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം. അടുത്ത ചോദ്യം ഇതാണ്: എൻ്റെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? എൻ്റെ ബഷീർ എന്ന കവിത എഴുതിയത് ആരാണ്? ONV കുറുപ്പാണ് എൻ്റെ ബഷീർ എന്ന കവിതയുടെ രചയിതാവ്.